ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ആഫ്രിക്കൻ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങുവാണ് പകൽ സമയം. ഇന്ന് കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനും കുക്കും കൂടെ റെഡി ആയി വരുവാണ്. ഈച്ചാൻ മുൻപേ പോയി. ഈച്ചാൻ എന്ത് കാർ എടുക്കാൻ വേണ്ടി പോയി. ഈച്ച നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഹായ്, നമ്മൾ താമസിക്കുന്ന ചിവാറ്റുള്ളേന്ന് കമ്പാലയ്ക്കുള്ള വഴിയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഈച്ച കമ്പാലയ്ക്ക്? 10 കിലോമീറ്റർ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് കമ്പാല ടൗണിലേക്ക്. ടൗൺ വരെ നമ്മൾ പോകത്തില്ല, അതിന് കുറച്ച് മുൻപ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സൺഡേ ആണ്. സൺഡേ നമ്മൾ പ്രെയർ എല്ലാം കഴിഞ്ഞു, ഏകദേശം ഉച്ച എടുക്കാറായി. ആ സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീക്കിലേക്കുള്ള സാധനങ്ങൾ സാറ്റർഡേയോ സൺഡേയോ നമ്മൾ പോയി പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല. ഇന്നിനി പോയി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് മിക്കവാറും ഷോപ്പുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഷോപ്പുകൾ കണ്ടോ, സിലിണ്ടറാണ് നമ്മുടെ ഗ്യാസിന്റെ. അതിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ. എത്ര കെജിക്കാ? 12 കിലോ ഗ്യാസിന് 1 ലക്ഷം ഷില്ലിങ്സ്, ഉഗാണ്ട ഷില്ലിങ്സ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 2500 രൂപ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചർച്ചാണ്, നമ്മുടെ ഉഗാണ്ടയിലെ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയും. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അധികം സ്പീഡിലൊന്നും വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ. ഹോൺ അടിക്കുക അതൊന്നും ഇവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമ്മള് ബോഡ ഇവിടെ കൂടുതലും ബോഡയെ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഇത് കണ്ട്, ഇതാണ് ഇവിടുത്തെ ടാക്സി സർവീസ്. ബോഡ നമ്മുടെ നാട്ടിലെ ഓട്ടോ ഒക്കെ പോലെ തന്നെ ഇവിടെ ബൈക്കാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും. അത് മിനിമം എനിക്ക് തോന്നുന്നത് 1000 ഷില്ലിങ്സ്. 1000 ഷില്ലിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 25 രൂപ. അതാണ് മിനിമം. അപ്പം സിംഗിൾ ആയിട്ടൊക്കെ നമ്മൾ പോകണമെങ്കിൽ കൂടുതൽ ഈ ബോഡയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അത് സിംഗിളായിട്ടും അതെ, ചിലപ്പോൾ 2-3 പേരെയൊക്കെ കൊണ്ടുപോകും. ഇത് പ്രൈവറ്റ് ആയിട്ട്, അല്ലാതെ സേഫ് ബോർഡാന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ യൂബറൊക്കെ പോലെ തന്നെ നമുക്ക് മൊബൈലിൽ കൂടെ ആപ്പിലൂടെ നമുക്ക് ചെയ്യാം. അത് സേഫ് ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് എവിടെയാണോ ചെല്ലുന്നത് അതുവരെ നമുക്ക് ലൊക്കേഷൻ എല്ലാം കാണിച്ചു കൊണ്ടുപോകും. നമ്മുടെ സെയിം യൂബർ. ഫ്രൂട്ട്സ് ഒക്കെ വിറ്റുകൊണ്ട് ആൾക്കാരൊക്കെ സിഗ്നലിൽ നിൽക്കുന്നത്. ഇവിടെ എല്ലാ സിഗ്നലിലും കാണും ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ. നമ്മൾ കുറച്ച് മുൻപോട്ട് പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നതാണ്. കാര്യം നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം എടുക്കും. അത് തന്നെയല്ല, ട്രാഫിക്കും കാണും. അത് കാരണം നമ്മൾ ഷോർട്ട് കട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കണ്ടലെ ലുഗോഗോ മാള്. നമ്മൾ ചില വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചൈന ടൗൺ എന്ന് പറയും. ഇവിടെ ചൈനക്കാരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി തിരിച്ചു വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റും. സോറി, ആ ടിക്കറ്റ് നമ്മുടെ ടൈം ഉണ്ടല്ലേ, 1 മണിക്കൂർ വരെ ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പേയ്മെന്റ് ചെയ്തിട്ട് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് ആകാൻ പറ്റും. ഇവിടെ ഒരു കാരിഫോർ ഉണ്ട് കേട്ടോ. കാരിഫോർ ഉണ്ട്, ലുഗോഗോ മാൾ കണ്ട്. ഇതിനകത്താണ് ചൈനയുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇവിടെ വന്നാണ് എടുക്കുന്നത്. ഹായ്, നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളിനി സാധനങ്ങളൊക്കെ നോക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് എടുക്കണം. എനിക്കിവിടെ വരുമ്പോഴത്തേക്ക് കൂടുതലും ഈ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര രസമാണ്. ഞാൻ കാണിക്കാം. സോസ്പാൻ്റെ ഏരിയയാണ്. നമുക്ക് കുറച്ച് സോസ്പാനൊക്കെ എടുക്കണം. അത് പക്ഷെ അത്രയും കട്ടിയില്ല. ഈ സോസ്പാൻ്റെ ഒക്കെ വില പറയാവേ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു മീഡിയം ടൈപ്പാണ്. 48,500. 48,500. പിന്നെ ഇതെല്ലാം 35,000. എല്ലാം ഷില്ലിങ്സ് ആണ്, ഉഗാണ്ട ഷില്ലിങ്സ്. 41
27,000, 36,000 അങ്ങനെ അങ്ങ് പോകും കേട്ടോ ഓരോന്നും. കുറേയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ 10,500 ഷില്ലിങ്സ്, 10,500. ഇതൊക്കെ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട് ഇതുപോലത്തെ കുറേ ഐറ്റംസ്. സെറാമിക് ബോള്, ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലിപ്പം സെയിലിലുണ്ട്. ഒരുപാട് കളേഴ്സിലുള്ളതുണ്ട്. ഇത് 9,800 ഷില്ലിങ്സാണ് ഇവിടുത്തെ. ഇതെല്ലാം ഞാൻ 1-2 പീസൊക്കെ വെച്ച് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ഫ്ലവറിൻ്റെ ഈ ഡിസൈനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഫുൾ ഏരിയ ബൗൾസിൻ്റെയാണ്, സെറാമിക്. പിന്നെ ഇതുണ്ട് ചെറിയ ചെറിയ സെറാമിക് പ്ലേറ്റാണിത്. ഡിസൈൻ കണ്ടോ, നല്ല നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഇതെല്ലാം 7,000 ഷില്ലിങ്സ്, 8,000, 8,500 ഷില്ലിങ്സ് അത്രയൊക്കെയാണ്. കുക്കൂനെ ഇച്ചാൻ കണ്ടില്ല. അവർ കുക്കൂനെ കളിസാധനങ്ങളൊക്കെ നോക്കാൻ പോയെന്ന് തോന്നുന്നു. ഞാൻ തപ്പി നടക്കുക. കിട്ടി. ഇത് ടിഷ്യൂവിൻ്റെ ഏരിയയാണ്. ഇതുണ്ട് ടിഷ്യൂ ഒക്കെ 2,900 ഷില്ലിങ്സ്, 2,800 ഷില്ലിങ്സ്, പിന്നെ 2,300 ഷില്ലിങ്സ്, അങ്ങനെയൊക്കെയാണ്. 2,300 ഷില്ലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 70 രൂപ അത്രയൊക്കെ ആവും ഒരു പാക്കറ്റിന്. ഇതെല്ലാം ടിഷ്യൂൻ്റെ ഏരിയ. ഇതെന്തുവാന്നറിയാമോ ഗൈസ്? ഇതില്ലേ, ഇതിങ്ങനെ എയർപ്ലെയിനൊക്കെ പോകുമ്പില്ലേ ഉറങ്ങത്തില്ലേ, അപ്പോഴാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടില്ലേ അങ്ങനെ വെക്കും. ഇതാണെങ്കിൽ ഒരു തലേനെ പോലെ ഭയങ്കര പനിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ തലേനെ പോലെ ഇങ്ങനെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് ചെയ്യാം. അങ്ങനെയാ, അടിപൊളി. ഇതിന് എത്ര രൂപയാണ്? 14,000. പല കളേഴ്സിലുള്ളതുണ്ട് കേട്ടോ. അടച്ചും കൂടെ വെക്കാം. ഗൈസ് ഇത് അടച്ചും കൂടെ വെക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് ഇങ്ങനെ സേവും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇത് അടച്ചും വെക്കാം. ഇങ്ങനെ സിബിട്ട് വെക്കാം കണ്ടോ. ഇട്ട് വെച്ചിട്ട് അന്നേരം ഇതൊരു ഡോള് പോലെ ഉണ്ട്. കാണിച്ചേ, ഇത് കണ്ടോ. അപ്പോൾ ഒരു ഡോള് പോലെ ഉണ്ട്. പിന്നെ ഇത് തൂക്കിയിടാനുള്ള സ്ഥലമുണ്ട്. ഇത് കണ്ടോ, തൂക്കിയിടാനുള്ള സ്ഥലമുണ്ട്. സ്ഥലം അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ്, യെല്ലോ ഉണ്ട്. എലിയല്ല, അതൊരു മുയല്. വേറെ എന്തൊക്കെയാണോ നോക്കിക്കേ. പൂച്ചയുണ്ട്, ആ പിങ്ക് ഉണ്ട്, പൂച്ചയാ. ഇങ്ങോട്ടൊന്ന് കാണിച്ച്. അത് തന്നെ. ഇത് വൈറ്റ് പാണ്ടയാന്ന് തോന്നുന്നു. വവ്വാലുണ്ട്. ആ ഇല മുമ്പേ കാണിച്ചായിരുന്നു. വൈറ്റ് ആണ് പാണ്ട. കാണിച്ചേ. പാണ്ട. അതെ അതെ, കുറെ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് ഇവിടുന്ന് ഒരു മസാജറുണ്ട്. അത് നമുക്ക് തനിയെ, ചെറിയൊരു മസാജർ തനിയെ നമുക്ക് ഒന്ന് പെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തനിയെ ബാറ്ററി ഇട്ടിട്ട് മസാജ് ചെയ്യാൻ പറ്റും. ഇന്നാൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരെണ്ണം വാങ്ങിയായിരുന്നു. മസാജർ ഉണ്ടെങ്കിൽ ഇന്ന് ഒരെണ്ണം മേടിക്കണം. അപ്പോൾ അത് എവിടെയാണെന്ന് ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെയാണ്. ഏതാട്ടോ പാത്രം? ഇത് ഇങ്ങനെ ഇരിക്കുന്ന പാത്രമേ. ഇച്ചാനും കുക്കും കൂടെ അവിടെ ഭയങ്കര ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഭയങ്കര കട്ടിയാ. വളയ്ക്കാൻ നോക്കണം. അതിനുണ്ട് മുട്ട. ജിമ്മിന്റെ ഐറ്റംസാ. കൈക്ക് എക്സസൈസാ അല്ലേ? ഫ്ലവേഴ്സ് ഇത് 3,500, 4,000, 5,000, 10,000 ഷില്ലിങ്സ്, അങ്ങനെ ഓരോ റേറ്റിലുള്ളതുണ്ട് ഫ്ലവേഴ്സ്. എന്തോ ഒരു മസാജറാണേ. നെക്ക് മസാജർ. നല്ല രസമുണ്ട് കേട്ടോ. അതിങ്ങനെ റോളാവുന്നുണ്ട്. കുക്കുവിന്റെ കയ്യിലിരിക്കുന്നത് നല്ലതാ കേട്ടോ. ഇങ്ങനെയല്ലേ,
ഇങ്ങനെയൊക്കെ വെക്കും. അപ്പം ഇങ്ങനെ ഗിറിന് വെക്കണം. കുക്കുവിൻ്റെ കലാപരിപാടികളാണ് ഇനി കുറച്ച് നേരത്തേക്ക്. ഇതെന്തോ കൈ ഇത് ഇങ്ങനെ പ്രൈസ് ആട്ടോ ഉണ്ടോ എല്ലാം വെക്കാം. ഇവിടെ ATM കാർഡ് ഈ ഹോളിനകത്ത് ATM കാർഡ് വെക്കാം. ഈ പൈസ എല്ലാം ഇവിടെ എല്ലാം വെക്കാം. നമ്മൾ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തു, എല്ലാം എടുക്കുകയാണ്. ഇനി നമുക്ക് 1-2 ഷോപ്പിലും കൂടെ പോകാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകണം. കുക്കു എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. കുക്കു കവറൊക്കെ ആയിട്ടതേ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുക. ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര. സൂപ്പർ മാർക്കറ്റിലാട്ടോ പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ബില്ല് പേ ചെയ്യാൻ പോയിരിക്കാം. നമ്മളിപ്പോൾ 1 ഹവറിൽ കൂടുതൽ എടുത്തു. അപ്പോൾ ഇനിയും നമുക്ക് ആ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റുമായിട്ട് എന്തെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ചേന അതിൻ്റെ പാസ് എടുക്കുക. നല്ല വെയിലാണേ. നമ്മളപ്പോൾ ചൈന ടൗണിൽ നിന്ന് ഇറങ്ങി. അതായത് ലുഗോഗമാളിലെ ചൈന ടൗൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് നമ്മൾ ഇറങ്ങി. നല്ല വെയിലുണ്ട്. ഞാൻ ഈ ഫ്ലാറ്റിലിരിക്കുന്നതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടിയാണ് ഞാൻ വെയിൽ അടിക്കുന്നത്. നമ്മുടെ അവിടെ എപ്പോഴും മഴയും തണുപ്പും മഞ്ഞും ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാവേ. നമ്മൾ എക്സിറ്റ് ആകാനുള്ള ഓക്കെ, നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടേ. അപ്പം നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇനി നമ്മൾ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പിലേക്കാണ്. നമ്മൾ എപ്പോഴും അങ്ങനെ പോകാറില്ല, വല്ലപ്പോഴും ഒക്കെ പോകുന്ന ഒരു ഷോപ്പുണ്ട്. അവിടേക്കാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിന്റെ പേര് ജാസ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് പയ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ പപ്പടി ചാട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇച്ചാലും പപ്പടി ചാട്ട് വന്നിട്ടുണ്ട്. പപ്പടി ചാട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടുന്ന് കഴിക്കുന്നത്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ പപ്പടിച്ചാട്ട്. ഇവിടുത്തെ പപ്പടിച്ചാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, കഴിച്ച് നോക്കട്ടെ. നമ്മൾ സമൂസ ചാട്ടാണ് സാധാരണ കഴിക്കാറുള്ളത്. അത് വേറെ കുക്കുവിൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണേ. അവിടെ പക്ഷേ ആഫ്രിക്കക്കാരാണ് ഉണ്ടാക്കി തരുന്നത്. ഇവിടെ പക്ഷേ നോർത്ത് ഇന്ത്യൻ ഒരു ബയ്യ ഉണ്ടാക്കിയത്. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുള്ള സൂപ്പറായിട്ടുണ്ട്. കാണാനോ ഈ ബയ്യ ഇവിടെ ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്നേ ഒത്തിരി നാൾ കൂടി ജിലേബി കഴിച്ചു. ആക്ച്വലി ഞാൻ ഡയബറ്റിക് ഉള്ളതാണ്. ജിലേബി കണ്ടാൽ നല്ല കൊതി. അങ്ങനെ ഞാൻ ജിലേബി കഴിച്ചു. അമ്മയും മോനും കൂടെ എന്നെ നല്ലോണം വഴക്ക് പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ കഴിച്ചില്ല. യെല്ലോ കളറിലെ ജിലേബി ആയിരുന്നു, ഞങ്ങൾ കഴിച്ചില്ല. അപ്പം നമ്മുടെ ഈ ചെറിയ എന്താണ് ഷോപ്പിംഗ് വീഡിയോ കണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങൾ വാച്ച് ചെയ്യുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. നമ്മുടെ മിക്ക വീഡിയോയും വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈക്കും കമൻസും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ഗൈസ്. ബൈ ബൈ.